ടോസ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ സെറ്റ് കെമിസ്ട്രി എക്സാം വന്നിരിക്കുകയാണ് അല്ലെ. അപ്പോൾ നമ്മൾ എല്ലാ തവണത്തെയും പോലെ ടോസ് അക്കാഡമി എല്ലാ സീസണിലെയും പോലെ റിവിഷൻ സീരീസുമായിട്ട് സെറ്റ് കെമിസ്ട്രിയുടെ റിവിഷൻ സീരീസുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും നോക്കിയിട്ട് പോകേണ്ട കുറച്ച് ഏരിയാസിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കോൺസെപ്റ്റും ക്ലിയർ ആക്കുകയാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ ലക്ഷ്യം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ സ്റ്റീരിയോ കെമിസ്ട്രി ആണ്. അപ്പൊ ഇത് സ്ഥിരമായിട്ട് എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാമിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കോമ്പൗണ്ടിന്റെ മോസ്റ്റ് സ്റ്റേബിൾ കൺഫോർമേഷൻ കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ അത്തരത്തിലുള്ള ചോദ്യം വരുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് മോസ്റ്റ് സ്റ്റേബിൾ കൺഫോർമേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലീസ്റ്റ് റിപ്പൾഷൻ നൽകുന്ന കൺഫോർമേഷൻ ഏതാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് സബ്സ്റ്റിറ്റ്യുവൻസിനെ എവിടെ വെക്കുമ്പോഴാണ് ലീസ്റ്റ് റിപ്പൾഷൻ കിട്ടുന്നത്, അതായിരിക്കും മോസ്റ്റ് സ്റ്റേബിൾ കൺഫോർമേഷൻ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് മീസോ 2,3 ഡൈബ്രോമോ ബ്യൂട്ടൈന്റെ എന്താണ് മോസ്റ്റ് സ്റ്റേബിൾ ആണ്. അപ്പൊ നമുക്ക് ഓരോ കൺഫോർമേഷനും എടുത്ത് നോക്കാം. ഫസ്റ്റ് കൺഫോർമേഷനിൽ നോക്കൂ, രണ്ട് ബ്രോമിനും ഹെവിയർ ഗ്രൂപ്പായ രണ്ട് ബ്രോമിനും അടുത്തടുത്തായതുകൊണ്ട് അവിടെ എന്തുണ്ടാവും? റിപ്പൾഷൻ ഉറപ്പായിട്ടും ഉണ്ടാവും. എന്നാൽ രണ്ടാമത്തെ കൺഫോർമേഷനിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും ബൾക്കിയർ ആയിട്ടുള്ള രണ്ട് ബ്രോമിൻ ഗ്രൂപ്പും ഓപ്പോസിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ദേ ആർ ആന്റി ടു ഈച്ച് അതർ. അതേപോലെ തന്നെ അടുത്ത ബൾക്കിയർ ഗ്രൂപ്പായ മീഥൈലും അങ്ങനെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ മെജോറിറ്റി നോക്കേണ്ടത് ബ്രോമിന്റെ പൊസിഷനിങ് ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ പൊസിഷനിൽ എന്താണ്? മൂന്നാമത്തെ കൺഫോർമേഷനിൽ എന്താണ്? എഗെയിൻ ഇവിടെയും ബ്രോമിൻ ഓപ്പോസിറ്റ് ആണ്, ആന്റി ആയിട്ടാണ് നിൽക്കുന്നത്. ബട്ട് മീഥൈൽ ഗ്രൂപ്പ് അടുത്തടുത്ത് നിൽക്കുന്നുണ്ട്. സോ അവരുടെ ഒരു റിപ്പൾഷൻസ് നമുക്ക് ഉറപ്പായിട്ട് കിട്ടും. ലാസ്റ്റിൽ എന്താണ്? രണ്ട് ബ്രോമിൻ അടുത്തടുത്താണ് നിൽക്കുന്നത്, അവിടെയും റിപ്പൾഷൻസ് ഉണ്ട്. അപ്പോ എവിടെയാണോ രണ്ട് ബ്രോമിൻ ആന്റി ടു ഈച്ച് അതർ, രണ്ട് ബ്രോമിൻ രണ്ട് മീഥൈൽ ആന്റി ആയിട്ട് നിൽക്കുന്നത്, ആന്റി ടു ഈച്ച് അതർ, ദാറ്റ് വിൽ ബി ദ സ്റ്റേബിൾ കൺഫോർമേഷൻ. സോ ഈ കോൺസെപ്റ്റ് സ്ഥിരം ചോദിക്കുന്നതാണ്. OHന്റെ ഒക്കെ വെച്ചിട്ട് ചോദിക്കുന്നതാണ്. OHൽ നമുക്ക് ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ ഒരു ആവശ്യം വരും. അവിടെ ഇങ്ങനെയല്ല, ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവുന്ന കൺഫോർമേഷൻ ആണ് സ്റ്റേബിൾ ആയിട്ട് എടുക്കുന്നത്. പക്ഷെ ബാക്കി എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ ബൾക്കിയർ ഗ്രൂപ്പ്സ് അകലെ നിൽക്കുന്നതിനാണ് ലീസ്റ്റ് റിപ്പൾഷൻ. സോ ദാറ്റ് വിൽ ബി ദ സ്റ്റേബിൾ കൺഫോർമേഷൻ. സോ ഓപ്ഷൻ 2 is the answer. The next question, choose the correct order of stability of conformational isomeric forms of cyclohexane. സൈക്ലോഹെക്സൈന്റെ ഒരുപാട് തരം ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിൽ ഒന്നെങ്കിൽ സ്റ്റെബിലിറ്റി ചോദിക്കാം, അല്ല എങ്കിൽ എനർജി ചോദിക്കാം. സ്റ്റെബിലിറ്റിയിലാണ് എങ്കിൽ ചോദ്യമെങ്കിൽ ഇങ്ങനെയാണ്: ചെയർ ആണ് ഏറ്റവും സ്റ്റേബിൾ, അതിനുശേഷം ട്വിസ്റ്റ് ബോട്ടാണ്, അതിനുശേഷം ബോട്ടാണ്, അതിനുശേഷം ഹാഫ് ചെയർ ആണ്. ആൻഡ് ഓർക്കുക, സ്റ്റെബിലിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എനർജി. ഏറ്റവും സ്റ്റേബിളിന് ലീസ്റ്റ് എനർജി ആയിരിക്കും. സോ ഇവിടെ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ ആണ് എങ്കിൽ ഈ ഒരു രീതിയിലും, എനർജിയുടെ ഓർഡർ ആണെങ്കിൽ ജസ്റ്റ് ചെയർ ലെസ് ദാൻ എന്ന് എഴുതണം. കാരണം ഏറ്റവും സ്റ്റേബിളിനാണ് ഏറ്റവും എനർജി കുറവ്. സോ ചോദ്യം നോക്കിയിട്ട് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. ഇത് സ്ഥിരം ചോദിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് സൈക്ലോഹെക്സൈന്റെ ഐസോമർ ഫോമിന്റെ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആൻ ഇലക്ട്രോൺ ആക്സിലറേറ്റഡ് ത്രൂ എ potential difference of 5 volt impinges on a nickel surface whose 100 plane have a spacing d equal to 351.8 into 10 raised to minus 12 meter. The minimum value of potential difference for the electron to diffract from 100 plane. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാനായിട്ടാണ് ചോദ്യം. അപ്പൊ നമ്മൾ ബ്രാഗ്സ് ലോ എന്താണ് പറയുന്നത്? n lambda equal to 2d sin theta. ഓക്കെ, എന്നിന് 1 ഫസ്റ്റ് ഓർഡർ റിഫ്ലക്ഷൻ എന്ന കോൺസെപ്റ്റിലാണ് നമ്മൾ പോകുന്നത്. സോ ലാംഡ ഈക്വൽ ടു 2d സൈൻ തീറ്റ. ഓക്കെ, ദെൻ നമ്മൾ എന്താണ് മിനിമം ഇന്റർപ്ലിനാർ സ്പേസിംഗ് എസെൻഷ്യൽ ഫോർ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് n ഈസ് ഈക്വൽ ടു 100 പ്ലെയിൻ ആണ്. സോ എന്താണ് ലാംഡ ഈക്വൽ ടു 2d സൈൻ തീറ്റ. സോ d നെ നമുക്ക് എന്ത് എഴുതാം? ലാംഡ ബൈ 2 എന്ന് എഴുതാം. ഓക്കെ, സോ ലാംഡ ഇസ് ഈക്വൽ ടു 2d. ലാംഡ ഇസ് ഈക്വൽ ടു 2d. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ, ലാംഡയെയും പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക. ലാംഡ ഇസ് ഈക്വൽ ടു h ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 2me5.
സോ അതിനെ നമ്മൾ സോർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ലാംഡ ഇസ് ഈക്വൽ ടു 2d എന്ന് നമ്മൾ പഠിച്ചു. സോ 2d ഈക്വൽ h/√of 2me 5 ആണ്. 2me 5. സോ 5 ഇസ് ഈക്വൽ ടു സ്ക്വയർ ചെയ്യുക. 2d സ്ക്വയർ ചെയ്യുമ്പോൾ 4d സ്ക്വയർ, that is h²/2me5. So 5 is equal to h²/8med square. h Planck's constant ആണ് 6.626 into 10 raised to minus 34 the whole square. 8. Then mass എത്രയാണ്? 9.1 into 10 raised to minus 31. And ഇലക്ട്രോണിന്റെ മാസ് 1.6 into 10 raised to minus 19. Then D നമ്മൾ ഓൾറെഡി തന്നിട്ടുണ്ട് 351.8 into 10 raised to minus 12 raised to the whole square. അത് നമ്മൾ എന്തിലാക്കുന്നുണ്ട്? മീറ്റർ ടേംസിലാക്കുന്നുണ്ട്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 എന്ന ആൻസർ കിട്ടും. ഇത് ഗേറ്റിന് ചോദിച്ച ചോദ്യം ആയതുകൊണ്ടാണ് ഇത്രയും വലിയ വാല്യൂസ് തരുന്നത്. കാരണം ഓൺലൈൻ കാൽക്കുലേറ്റർ അവർക്ക് അവൈലബിൾ ആണ്. സോ നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫിഗേഴ്സ് ആയിരിക്കും തരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ കൃത്യമായിട്ട് ബൈഹാർട്ട് ചെയ്യുക. ചോദിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസും വേവ് ലെങ്തോടെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ തന്നെ ചോദിക്കാനൊരു സാധ്യതയുണ്ട്. അടുത്തത്, for a face-centered cubic lattices, the Miller indices for the first Bragg peak, അതായത് ഫസ്റ്റ് ബ്രാഗ് പീക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് സ്മോളസ്റ്റ് ബ്രാഗ് ആംഗിൾ തരുന്നത് ഏതാണെന്നാണ്. അപ്പൊ നമുക്കറിയാം ഇത് പക്ക MSc ടോപ്പിക് ആണ്. FCC ലാറ്റിസിലെ മില്ലർ ഇൻഡീസസിന്റെ പ്രത്യേകത എന്താണ്? ഒന്നെങ്കിൽ എച്ചും കെയും എല്ലും എല്ലാം ഈവൻ ആയിരിക്കണം, അല്ലാത്ത പക്ഷം എല്ലാം ഓഡ് ആയിരിക്കണം. എച്ച് ഓഡ്, കെ ഈവൻ, എൽ ഈവൻ അങ്ങനെയൊന്നും വന്നിട്ട് കാര്യമില്ല. ഒന്നെങ്കിൽ എല്ലാം ഈവൻ അല്ലെങ്കിൽ എല്ലാം ഓഡ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് FCCയുടെ മില്ലർ ഇൻഡീസസിനകത്തുനിന്ന് ഏതൊക്കെ കൺസിഡർ ചെയ്യാം? 002 എല്ലാം എന്താണ്? ഈവൻ ആണ്. 111 എന്താണ്? എല്ലാം ഓഡാണ്. ഇതും നമുക്ക് റൂൾ ഔട്ട് ചെയ്യാം. ഇനി ഈ 002ലും 11ലും രണ്ട് പ്ലെയിൻ ഉണ്ട്. ഇതിൽ സ്മോളസ്റ്റ് ആംഗിൾ ഏതാണ് തരുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് എന്ത് ചെയ്താൽ മതി? n ലാംഡ ഈക്വൽ 2d സൈൻ തീറ്റ. n ലാംഡ ഈക്വൽ ടു 2d സൈൻ തീറ്റ കണ്ട് തീറ്റയുടെ വാല്യൂ നോക്കിയാൽ മതി. ആംഗിൾ ചെറുത് ഏതാണ്, ഏത് പ്ലെയിനിൽ നിന്ന് കിട്ടുന്നു. അപ്പൊ നമുക്ക് d വാല്യൂ കാണണമല്ലോ. d is equal to a/√h² പ്ലസ് k² പ്ലസ് l². 002ന്റെ കേസിൽ a/√4, that is a/2. 11ന്റെ കേസിൽ a/√3 ആണ് d വാല്യൂ. സോ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു λ/2d. d എന്താണ്? λ/2 into a/2, that is λ/a. ഇയാളുടെ കേസിലോ λ/2 into a/√3, that is √3/2 into λ/a. ഇതാണ് സൈൻ തീറ്റ. ഇനി ഈ സൈൻ തീറ്റയെ കമ്പയർ ചെയ്യുമ്പോൾ 1 പ്ലെയിൻ ഇതാണ് എന്തെന്ന് പറയുന്നത്? ചെറുത്. ആംഗിൾ വിൽ ബി ലെസ് ഫോർ √3/2 into λ/a compared to 002 പ്ലെയിൻ. ഇത് λ/a ആണ്. ഇത് into √3 /2 ആണ്. അപ്പൊ അത് കുറച്ചുകൂടി ചെറുതാണ്. സോ 1 പ്ലെയിനിലായിരിക്കും ആംഗിൾ വിൽ ബി ലെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കോൺസെപ്റ്റ് അറിയണമെങ്കിൽ നമുക്ക് ആ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അറിഞ്ഞു വരണം. സോ ആ തരത്തിൽ സോളിഡ് സ്റ്റേറ്റ് പഠിക്കാം. അടുത്തത്, the Gibbs function g in thermodynamics is defined as g is equal to h minus ts in an isothermal isobaric reversible process. ഇവിടുത്തെ ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും മാക്സ്വെൽസ് റിലേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് കുറെ റിലേഷൻഷിപ്പ് നമ്മൾ പഠിച്ചു. അതിൽ നിന്നാണ് കമ്പയർ ചെയ്തുകൊണ്ടാണ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും ഒക്കെ എടുത്താണ് മാക്സ്വെൽസ് റിലേഷനിലേക്ക് എത്തിയത്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ റിലേഷൻസും ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഇത്തരത്തിലൊക്കെ ചോദ്യം വരുമ്പോൾ അത് വെച്ച് വേണം ചെയ്യാൻ. അപ്പൊ നമുക്ക് മാക്സ്വെൽസ് റിലേഷന്റെ ഡെറിവേഷനിൽ നിന്ന് നമ്മൾ പഠിച്ചൊരു കോൺസെപ്റ്റ് ഉണ്ട്, dg is equal to vdp minus sdt. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഇൻ ആൻ ഐസോതെർമൽ മീൻസ് ടി കോൺസ്റ്റന്റ്. അപ്പൊ ഏതൊരു കോൺസ്റ്റന്റിന്റെയും ഡെറിവേറ്റീവ് എന്തായിരിക്കും? 0. സോ dt ഈക്വൽ 0. ഇൻ ആൻ ഐസോബാറിക് ടി കോൺസ്റ്റന്റ്, അപ്പൊ ഡി പി എന്തായിരിക്കും? 0. അപ്പോ ഐസോതെർമൽ ഐസോബാറിക് പ്രോസസ്സിൽ ജിയുടെ വാല്യൂ dg ഈക്വൽ ടു v ഇൻറ്റു dp0 dt0. സോ dg ഈക്വൽ ടു 0. അപ്പൊ dt 0 വന്നത് എന്തുകൊണ്ടാണ്? ടി കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ്.
dg0 വന്നത് അതിന്റെ അർത്ഥം എന്താണ്? G is equal to constant. So in an isothermal, isobaric, reversible process, G remains constant but not 0. അപ്പൊ ഈ കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ഒരു +2 ലെവൽ ഏരിയ ആണ്. ബേസിക് ആയിട്ട് കെമിസ്ട്രിയിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും നമുക്ക് സെറ്റിന് കടന്നു വരുന്നുണ്ട്. വാട്ട് ഇസ് ദ കറക്റ്റ് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്? ബ്രോമോ ഈത്തൈൻ, ബ്രോമോ പ്രൊപ്പൈൻ, ബ്രോമോ ബ്യൂട്ടൈൻ, ബ്രോമോ ബെൻസൈൻ. ഇവിടെ എന്താണ് പ്രത്യേകത? ഹാലോജൻസ് എല്ലാം തന്നെ സെയിം ആണ്. ഹൈഡ്രോ കാർബൺ പാർട്ടാണ് എന്ത് മാറുന്നത്? അപ്പോ ഓർക്കുക, സൈസ് ഓഫ് ദ ഹൈഡ്രോ കാർബൺ പാർട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബോയിലിംഗ് പോയിന്റ്. ഹൈഡ്രോ കാർബൺ പാർട്ട് കൂടുന്നതനുസരിച്ച് ബോയിലിംഗ് പോയിന്റും കൂടും. ആ കോൺസെപ്റ്റ് ആണ് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ് വിത്ത് ദ ഇൻക്രീസ് ഇൻ സൈസ് ഓഫ് ഹൈഡ്രോ കാർബൺ പാർട്ട് ഫോർ ദ സെയിം ഹാലോ ആൽക്കെയിൻ. തന്നിരിക്കുന്ന എല്ലാ ഹാലോ ആൽക്കെയിനിലും എന്താണ്? ബ്രോമിൻ തന്നെയാണ് അല്ലെ? പക്ഷെ കാർബൺ ആറ്റം വ്യത്യാസപ്പെടുന്നുണ്ട്. അപ്പൊ ഏറ്റവും കുറവ് എവിടെയാണ്? ബ്രോമോ ഈത്തൈനിലാണ്. 2 കാർബൺ ആണ് അല്ലെ? CH3 CH2 ആണ്. അതിനുശേഷം ആരാണ്? ബ്രോമോ പ്രൊപ്പൈൻ ആണ്, C3 ആണ്. അതിനുശേഷമോ ബ്യൂട്ടൈൻ ആണ്, C4 ആണ്. പിന്നെ ബെൻസീൻ ആണ്, C6 ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ആർക്കായിരിക്കും? ബ്രോമോ ബെൻസീൻ ആയിരിക്കും. ഏറ്റവും കൂടുതൽ ബ്രോമോ ബെൻസീൻ, അതിനുശേഷം ബ്യൂട്ടൈൻ, അതിനുശേഷം പ്രൊപ്പൈൻ, അതിനുശേഷം ഈഥൈൻ. ഓപ്ഷൻ ഡി. ഇനി ഇവിടെ തന്നെ വേറൊരു കോൺസെപ്റ്റും കൂടെ നമുക്ക് പറയാം. 1 അയഡോബ്യൂട്ടൈൻ, 1 ബ്രോമോബ്യൂട്ടൈൻ, 1 ക്ലോറോബ്യൂട്ടൈൻ, then ബ്യൂട്ടൈൻ. ഇവിടെ എന്താ പ്രത്യേകത? സെയിം ഗ്രൂപ്പാണ്, ബ്യൂട്ടൈൻ ആണ്. വ്യത്യാസം ഹാലജൻ പാർട്ടാണ്. ഇവിടെയും ബോയിലിംഗ് പോയിന്റ് മോളിക്കുലാർ വെയിറ്റ് ഓഫ് ഹാലജനുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ദാറ്റ് മീൻസ് ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? അയഡോബ്യൂട്ടൈൻ ആണ് ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ്. കാരണം FCl Br അയോഡിൻ ആണ്. ഇവിടെയാണ് വെയിറ്റ് കൂടുതൽ അല്ലെ? സോ അയോഡിൻ ആണ് കൂടുതൽ. അതിനുശേഷമോ ബ്രോമിൻ, ബ്രോമോബ്യൂട്ടൈൻ, അതിനുശേഷം ക്ലോറോബ്യൂട്ടൈൻ, അതിനുശേഷം ബ്യൂട്ടൈൻ. അപ്പൊ ഈ കോൺസെപ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ പ്രോഡക്റ്റ് പ്രഡിക്ഷൻ ഓർഗാനിക്കിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. The major product formed in the reaction of quinoline with potassium amide in liquid ammonia. Quinoline with potassium amide in liquid ammonia എന്ന് പറയുന്നത് ചിച്ചി-ബാബിൻ റിയാക്ഷൻ ആണ്. പിന്നെ ഓർക്കണം, ഇതിൽ ഇന്റർമീഡിയറ്റ് അങ്ങനെയും ചോദിക്കാം. The major intermediate formed in the reaction of quinoline with potassium amide in liquid ammonia ഏതാണ്? ബെൻസൈൻ. നമ്മൾ ബെൻസൈൻ മെക്കാനിസം ഉപയോഗിക്കുന്ന റിയാക്ഷൻ ആണ് അല്ലെ? സോ ബെൻസൈൻ മെക്കാനിസം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവിടെ എന്താണ്? 2 അമിനോ പിരിഡിനെയോ 2 അമിനോ ക്വിനോളിൻ ഡെറിവേറ്റീവിനെയോ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന റിയാക്ഷൻ ആണ് ചിച്ചി-ബാബിൻ. പിരിഡിനോ ക്വിനോളിനോ വെച്ചിട്ട് സോഡിയം അമൈഡിൻ ലിക്വിഡ് അമോണിയ ചെയ്യുമ്പോൾ സെക്കൻഡ് പൊസിഷനിൽ അമിനോ ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്യുന്നു. അതാണ് ചിച്ചി-ബാബിൻ റിയാക്ഷൻ. സോ ഓപ്ഷൻ ബി, വേർ സെക്കൻഡ് പൊസിഷൻ ഹാസ് ദ അമിനോ ഗ്രൂപ്പ്, 2 അമിനോ പിരിഡിൻ അല്ലെങ്കിൽ 2 അമിനോ ക്വിനോളിൻ വന്നിരിക്കുന്നത്. ഇതിപ്പോ ക്വിനോളിനാണ് 2 അമിനോ ക്വിനോളിൻ, 2 അമിനോ ക്വിനോളിൻ. സോ ഇങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻ നമുക്ക് ഈ പറഞ്ഞ പ്രെഡിക്റ്റ് ദ പ്രോഡക്റ്റ് ടൈപ്പിൽ നിന്ന് ചോദിക്കാം. സോളിഡ് സ്റ്റേറ്റ് ഒക്കെ MSc ലെവലിൽ നിന്ന് ചോദിക്കാം. അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ തന്നെ ബേസിക് ചോദ്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ കോർഡിനേഷനിലെ റിയാക്ഷൻ പാർട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ തന്നെ ക്വാണ്ടം മെക്കാനിക്സിൽ HMO തിയറിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇലക്ട്രോ കെമിസ്ട്രിയിലെ നേൺസ്റ്റ് ഇക്വേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഫിസിക്കൽ വരുമ്പോൾ ഏതൊക്കെ നെയിംഡ് റിയാക്ഷൻസും നെയിംഡ് ഇക്വേഷൻസ് ഉണ്ടോ അതെല്ലാം നിങ്ങൾ അത്യാവശ്യം ഒന്ന് മനസ്സിലാക്കുക. എന്താണ് ആ കോൺസെപ്റ്റ് പറയുന്നതെങ്കിലും മനസ്സിലാക്കുക. അതുപോലെ തന്നെ അനലിറ്റിക്കൽ ടെക്നിക്സിൽ ഗ്രാഫുകൾ പ്ലോട്ട് ചെയ്യുന്നത് എന്തിനേയും തമ്മിലാണെന്ന് മനസ്സിലാക്കുക. ഗ്രീൻ കെമിസ്ട്രിയിൽ ആറ്റം ഇക്കണോമി കണ്ടുപിടിക്കാനായിട്ട് മനസ്സിലാക്കുക. അപ്പൊ അത്തരത്തിലൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ടോസ് അക്കാഡമിയുടെ യൂട്യൂബ് വീഡിയോസിൽ മറ്റ് പല സീസണിലായിട്ട് നമ്മൾ ഇട്ടിരിക്കുന്ന പല തരം
YQs ഉണ്ട്, അതിലൂടെ ഒന്ന് ഗോ ത്രൂ, അതിലൂടെ ഒന്ന് ഓടിച്ചു പോകുന്നത് നല്ലതായിരിക്കും. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ, സെറ്റ് എക്സാമിന് വന്ന് കണ്ടിട്ടുണ്ട്. സോ ആ വീഡിയോസ് എല്ലാം ഒന്ന് നിങ്ങൾ കണ്ടുപോകുന്നത്, ഈ വീഡിയോടൊപ്പം ആ വീഡിയോ കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഇത്തവണത്തെ സെറ്റ് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.